നമസ്കാരം. ജാതക കഥകളിലെ 62ാമത്തെ കഥ കുറുക്കൻ്റെ യുദ്ധം. വാരണാസിയിലെ രാജാവായ ബ്രഹ്മദത്തൻ്റെ മന്ത്രിയാണ് ബോധിസത്വൻ. അദ്ദേഹത്തിന് വശീകരണ മന്ത്രം വശമുണ്ട്. ചിലപ്പോഴെല്ലാം കാട്ടിൽ ചെന്നിരുന്ന് ആരും കേൾക്കാതെ അദ്ദേഹം ആ മന്ത്രം ഉരുവിട്ട് ഉറപ്പിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു പാറപ്പുറത്തിരുന്ന് കണ്ണടച്ച് മന്ത്രം ഉരുവിടുകയായിരുന്നു. കാട്ടുചെടികളുടെ പുറകിൽ എവിടെയോ ഒളിച്ചിരുന്ന ഒരു കുറുക്കൻ ഈ മന്ത്രം കേട്ടു പഠിച്ചു. എന്നിട്ട് അവൻ ബോധിസത്വൻ്റെ അടുത്തേക്ക് ചെന്നു. "ഇതാ, ഞാനും നിങ്ങളുടെ മന്ത്രം പഠിച്ചിരിക്കുന്നു, സൂക്ഷിച്ചിരുന്നോ?" എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി. ബോധിസത്വൻ അനങ്ങിയില്ല. കാട്ടിനുള്ളിലേക്ക് നടന്ന കുറുക്കൻ ഒരാനക്കൂട്ടത്തെയാണ് ആദ്യം കണ്ടത്. അവൻ ആ വശീകരണ മന്ത്രം ജപിച്ചു. അതോടെ ആനകൾ അവൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം കൊണ്ട് ആ വനത്തിലുണ്ടായിരുന്ന മൃഗങ്ങളെയെല്ലാം കുറുക്കൻ വശത്താക്കി. ആനകളും സിംഹവും പുലികളും മാനുകളും പന്നികളും എല്ലാം തന്നെ അനുസരിക്കുന്നു എന്ന് കണ്ടപ്പോൾ കുറുക്കൻ പറഞ്ഞു, "ഇനി ഞാനാണ് നിങ്ങളുടെ രാജാവ്. നമുക്ക് രാജ്യം ആക്രമിക്കണം. എല്ലാവരും യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളിൻ." മൃഗങ്ങളെല്ലാം കുറുക്കൻ്റെ ആജ്ഞ അനുസരിച്ചു. അവൻ യുദ്ധത്തിന് തയ്യാറായി. കുറുക്കൻ ഒരു കൊമ്പനാനയുടെ പുറത്ത് കയറി മൃഗസൈന്യത്തെ കാശി രാജ്യത്തേക്ക് നയിച്ചു. കുറുക്കൻ രാജ്യം ആക്രമിക്കാൻ വരുന്നുണ്ടെന്നറിഞ്ഞ ബോധിസത്വൻ രാജാവിൻ്റെ അനുമതിയോടെ സൈന്യവുമായി അതിർത്തിയിലേക്ക് പോയി. അവിടെ വെച്ച് കുറുക്കൻ്റെ മൃഗസൈന്യത്തെ കണ്ടുമുട്ടി. ബോധിസത്വൻ കുറുക്കനോട് ചോദിച്ചു, "കുറുക്ക, നീ എങ്ങനെയാണ് ഈ മനുഷ്യ സൈന്യത്തെ നേരിടുന്നത്?" അത് കേട്ട കുറുക്കൻ അഹങ്കാരത്തോടെ പറഞ്ഞു, "ഞാൻ ആദ്യം സിംഹങ്ങളോട് ഗർജിക്കാൻ കൽപ്പിക്കും. ഗർജനം കേൾക്കുമ്പോൾ നിങ്ങളുടെ സൈന്യം ഭയന്നോടും. നോക്കിക്കോ." ഉടൻ തന്നെ കുറുക്കൻ സിംഹത്തോട് ഗർജിക്കാൻ ആജ്ഞാപിച്ചു. സിംഹങ്ങളെല്ലാം കൂടി ഉച്ചത്തിൽ ഗർജിച്ചു. ഇത് കേട്ട ആനകൾ വിരണ്ടു. അവ നാലുപാടും ഓടാൻ തുടങ്ങി. കൂട്ടത്തിൽ കുറുക്കൻ കയറിയിരുന്ന ആനയും. ആന ഓടിയപ്പോൾ കുറുക്കൻ മറിഞ്ഞു താഴെ വീണു. പിന്നാലെ പേടിച്ചോടി വന്ന മൃഗങ്ങളുടെ ചവിട്ടേറ്റ് കുറുക്കൻ ചതഞ്ഞരഞ്ഞ് മണ്ണോട് ചേർന്നു. ഭവിഷ്യത്തറിയാതെ വിദ്യ പ്രയോഗിച്ചാൽ ഇത് തന്നെ ഫലം. നന്ദി.